Hi dears, welcome back to our recipes. ഇന്ന് ന്യൂ ഇയറിന് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കടായിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിരിക്കുന്നതാണ്. എല്ലോടും കൂടിയ പീസസ് ആണ് വേണ്ടത്. 1 കിലോ ചിക്കനാണ് ഞാനൊരു കടായിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കടായിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാനും പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ 2 വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ 2 പച്ചമുളക് അറ്റം പിളർന്ന് അതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. നമ്മുടെ നാടൻ കറിയാണ്, അതുകൊണ്ട് കറിവേപ്പില ഒരിക്കലും ഒഴിവാക്കരുത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.25 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുക. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, കുരുമുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കുക. ചിക്കൻ മസാലപ്പൊടി ഇല്ലാത്തവർ വളരെ കുറച്ച് മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കൻ പീസസുമായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. തേങ്ങാപ്പാലും ആണ് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളം ഒഴിക്കാറില്ല. അപ്പം നമ്മൾ 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്കിത് മൂടി വെച്ചിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് 2-ാം പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചിക്കൻ വേകാനുള്ള വെള്ളം കൂടിയാണ് ഇത്. നമ്മൾ വെള്ളമല്ല, തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ബീഫും അതുപോലെ മട്ടണൊക്കെ ആണെങ്കിൽ അതിന് കൂടുതൽ വെള്ളമുണ്ട്. നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് പിന്നീട് വറ്റിച്ചെടുത്തിട്ടാണ് 2-ാം പാലൊക്കെ ചേർത്ത് വീണ്ടും വറ്റിക്കും. ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ട് 2-ാം പാലിൽ തന്നെ ചിക്കൻ വേവിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളക്കുന്നത് വരെ ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യണം. തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മളിത് മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവും. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും വേപ്പിലയൊക്കെ മൂപ്പിച്ചിടാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ കടുക് വറുക്കുന്നൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. നമ്മളിതിന് മുന്നേ ഒരു തരി എണ്ണ പോലും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഇപ്പോൾ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാനൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 10-15 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചുവന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കൂടി കുരുമുളക് കരകരപ്പായിട്ട് പൊടിച്ചത് ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. കാരണം ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് റെഡിയാവും, അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക്
വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള വിനീഗർ ചേർക്കുക. വൈറ്റ് വിനീഗറോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗറോ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വിനീഗറിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിത് 3/4 കപ്പ് 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല തിക്ക് പാലായിരിക്കണം, എന്നാലേ ഈ മപ്പാസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങോട്ട് നമ്മളെല്ലാം ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. തുറന്ന് വെച്ചാണ് നമ്മളിനി ഇളക്കി കൊടുത്തത് കുക്ക് ചെയ്യുന്നത്. ഇത് ഇനി തേങ്ങാപ്പാൽ 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തിരിക്കണം. തിളച്ച് തുടങ്ങുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പും പുളിയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും കുരുമുളക് പൊടിയൊക്കെ മൂപ്പിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴയ കാലങ്ങളിൽ ഈ കാച്ചിയ ചട്ടിയിലേക്ക് നമ്മൾ ഗ്രേവി ഇട്ടൊന്ന് ചുറ്റിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ പഴയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഉള്ളിയൊക്കെ കാച്ചിയ ആ ചട്ടിയിൽ കുറച്ച് ഗ്രേവി ഇട്ട് ഒന്ന് ചുറ്റിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്യരുത്. പതിയെ ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷം, തേങ്ങാപ്പാൽ പിരിയാത്ത രീതിയിലൊന്ന് അനക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിളമ്പാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിളമ്പിയാൽ മതിയാകും. ഞാനിപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ മപ്പാസ് എല്ലാവരും ഈ പുതുവത്സരത്തിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഒരു വർഷം കൂടി അവസാനിക്കാൻ പോവുകയാണ്. കോവിഡും ഡെൽറ്റ ഒമിക്രോണൊക്കെ കൊണ്ട് നമ്മളുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കാതെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ന്യൂ ഇയറിൽ നമുക്കിത് ഫുൾഫിൽ ചെയ്യാമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും പുതിയ പുതിയ റെസിപ്പികളുമായിട്ടും അടുത്ത വർഷം കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ബൈ. താങ്ക് യു.